വെൽക്കം ടു PSC ഡ്രീമേഴ്സ്. എല്ലാവർക്കും PSC ഡ്രീമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ MT വാസുദേവൻ നായരെക്കുറിച്ചാണ് നോക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം ഈ അടുത്ത കാലത്താണ് നമ്മളെ വിട്ടു പോയത്. വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ അദ്ദേഹത്തിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അത് വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് കൂടുതൽ ഉപകാരപ്രദമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ എന്നാണ്. MT വാസുദേവൻ നായർ എന്നതിൻ്റെ എക്സ്പാൻഷൻ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ എന്നാണ്. അപ്പം അദ്ദേഹം ജനിച്ചത് 1933 ജൂലൈ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ്. മരണം 2024 ഡിസംബർ 25. അദ്ദേഹം നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നു, കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ തൂലികാനാമം കെ സരള. ഇത് മലയാള വിഭാഗത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപരനാമം കേരള ഹെമിംഗ്വേ. നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായ മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന വരികൾ MT വാസുദേവൻ നായരുടെയാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ. ജനനം 1933 ജൂലൈ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ. മരണം 2024 ഡിസംബർ 25. നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ തൂലികാനാമം കെ സരള. അപരനാമം കേരള ഹെമിംഗ്വേ. മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ അദ്ദേഹത്തിൻ്റെ വരികളാണ്. അടുത്തത് പദവികൾ. അദ്ദേഹം മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്നു. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട്. തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട്. അടുത്തത് അദ്ദേഹത്തിൻ്റെ ചെറുകഥ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചെറുകഥയാണ് വളർത്തുമൃഗങ്ങൾ. അദ്ദേഹത്തിൻ്റെ ആദ്യ കഥാസമാഹാരമാണ് രക്തം പുരണ്ട മൺതരികൾ. ആദ്യ നോവൽ നാലുകെട്ട്. നാടകം ഗോപുരനടയിൽ. അദ്ദേഹത്തിൻ്റെ ആദ്യ ചെറുകഥ വളർത്തുമൃഗങ്ങൾ, ആദ്യ കഥാസമാഹാരം രക്തം പുരണ്ട മൺതരികൾ, ആദ്യ നോവൽ നാലുകെട്ട്, നാടകം ഗോപുരനടയിൽ. അദ്ദേഹത്തിൻ്റെ ഒരു നാടകമുള്ളൂ, ഗോപുരനടയിൽ. അടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകളാണ്. ഇതിൽ നോവലിലെ കഥാപാത്രങ്ങളുടെ പേര് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മലയാളം വിഭാഗത്തിൽ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ നാലുകെട്ട്, അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് അപ്പുണ്ണി, കോന്തുണ്ണി. അടുത്തത് പാതിരാവും പകൽ വെളിച്ചവും. അടുത്തത് അറബിപ്പൊന്ന്. അത് NP മുഹമ്മദുമായി ചേർന്നിട്ട് എഴുതിയ നോവലാണ് അറബിപ്പൊന്ന്. MT വാസുദേവൻ നായരും NP മുഹമ്മദും കൂടെ ചേർന്നിട്ട് എഴുതിയ നോവലാണ് അറബിപ്പൊന്ന്. അതിലെ ഒരു പ്രധാന കഥാപാത്രമാണ് കോയ. അടുത്തത് അസുരവിത്ത്. അതിലെ പ്രധാന കഥാപാത്രം ഗോവിന്ദൻകുട്ടി. അടുത്തത് മഞ്ഞ്. പശ്ചാത്തലമായിട്ടുള്ളൊരു നോവലാണ്. മരണം രംഗബോധമില്ലാത്ത കോമാളി എന്ന് പറയുന്നത് മഞ്ഞ് എന്ന നോവലിലാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് വിമല, ബുദ്ധു, അമർ സിംഗ്, സർദാർജി, സുധീർ മിശ്ര. അടുത്തത് കാലം. അതിലെ പ്രധാന കഥാപാത്രമാണ് സേതു. അടുത്തത് വിലാപയാത്ര. അടുത്തത് രണ്ടാം ഊഴം. അതിൽ കേന്ദ്ര കഥാപാത്രമാണ് ഭീമൻ. വാരണാസി. അപ്പം ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ. നാലുകെട്ട്, പാതിരാവും പകൽ വെളിച്ചവും, അറബിപ്പൊന്ന്, അസുരവിത്ത്, മഞ്ഞ്, കാലം, വിലാപയാത്ര, രണ്ടാം ഊഴം. അടുത്തത് അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണങ്ങളാണ്. മനുഷ്യർ നിഴലുകൾ. അത് അദ്ദേഹത്തിൻ്റെ യൂറോപ്പ് യാത്രയെ ആസ്പദമാക്കിയിട്ട് എഴുതിയിരിക്കുന്നതാണ്. അടുത്തത് ആൾക്കൂട്ടത്തിൽ തനിയെ. അത് അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ യാത്രയെ ആസ്പദമാക്കി എഴുതിയതാണ്. ഈ രണ്ട് യാത്രാവിവരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. മനുഷ്യർ നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ, ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. താഴെ തന്നിരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഏതെന്ന് ചോദിച്ചാലും ഈ രണ്ടെണ്ണമാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത്
വൻകടലിലെ തുഴവള്ളക്കാർ, അത് അദ്ദേഹത്തിൻ്റെ ചൈന യാത്രയുമായി ബന്ധപ്പെട്ടുള്ള യാത്രാ വിവരണമാണ്. അടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രധാന കഥകൾ. അദ്ദേഹം കുറേ കഥകൾ എഴുതിയിട്ടുണ്ട്. ഇരുട്ടിൻ്റെ ആത്മാവ്, അതിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ. ഓളവും തീരവും, കുട്ടേട്ടത്തി, വാരിക്കുഴി, പതനം, ബന്ധനം, സ്വർഗം തുറക്കുന്ന സമയം, വാനപ്രസ്ഥം, ദാർ എസ് സലാം, രക്തം പുരണ്ട മൺതരികൾ, വെയിലും നിലാവും, കളിവീട്, വിത്തുകൾ, കർക്കിടകം, വിൽപ്പന, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, പെരുമഴയുടെ പിറ്റേന്ന്, കൽപ്പാന്തം, കാഴ്ച, ശിലാലിഖിതം, കുപ്പായം, വേദനയുടെ പൂക്കൾ, ഷെർലക്, ഓപ്പോൾ, നിന്റെ ഓർമ്മയ്ക്ക് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കഥകൾ. അടുത്ത അദ്ദേഹം ഒരു സംവിധായകനായിരുന്നു, നമുക്കറിയാം. അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളാണ് അടുത്തത്. ആദ്യത്തെയാണ് നിർമ്മാല്യം, അടുത്തത് മഞ്ഞ്, ഒരു ചെറു പുഞ്ചിരി, കടവ്, വാരിക്കുഴി, ബന്ധനം, തകഴി, ദേവലോകം. അപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളാണ് നിർമ്മാല്യം, മഞ്ഞ്, ഒരു ചെറു പുഞ്ചിരി, കടവ്, വാരിക്കുഴി, ബന്ധനം, തകഴി, ദേവലോകം. അദ്ദേഹം ഇത് സംവിധായകൻ കൂടാതെ തിരക്കഥാകൃത്തുമാണ്. അദ്ദേഹം തിരക്കഥ എഴുതിയ ഒത്തിരി സിനിമകളുണ്ട്. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, കുറേ ഉള്ളതുകൊണ്ട്. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പ്രധാന പുരസ്കാരങ്ങളാണ് 1995 ജ്ഞാനപീഠ പുരസ്കാരം, 2005 പത്മഭൂഷൺ, 2013 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് നൽകി, 2022 പ്രഥമ കേരള ജ്യോതി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1970 കാലം എന്ന നോവലിന്. മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം 1973 നിർമ്മാല്യം എന്ന സിനിമയ്ക്ക് കിട്ടി. 1985 രണ്ടാം ഊഴം എന്ന നോവലിന് വയലാർ അവാർഡ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1986. ഓടക്കുഴൽ അവാർഡ് വാനപ്രസ്ഥം എന്ന ചെറുകഥയ്ക്ക് 1993. മുട്ടത്ത് വർക്കി അവാർഡ് 1994. ലളിതാംബിക അന്തർജനം അവാർഡ് 2003. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2005. വള്ളത്തോൾ അവാർഡ് 2005. കൂടാതെ സിനിമാ രംഗത്ത് കിട്ടിയിട്ടുള്ള അവാർഡുകളാണ്. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണ കിട്ടിയിട്ടുണ്ട്. ഒരു വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം എന്നീ സിനിമകൾക്ക്. അടുത്തത് മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം 1978 ബന്ധനം എന്ന സിനിമയ്ക്ക്. മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം 1991 കടവ് എന്ന സിനിമയ്ക്ക്. മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം 1978 ബന്ധനം എന്ന സിനിമയ്ക്ക്. മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം 2009 കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമയ്ക്ക്. അപ്പം ഇത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവാർഡുകൾ. അപ്പം അടുത്തത് അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ നോക്കാം. അത് കുറേ ഉണ്ട്. അക്ഷരങ്ങൾ, അടിയൊഴുക്കുകൾ, അതിർത്തികൾ, അനുബന്ധം, അഭയം തേടി, അമൃതംഗമയ, അസുരവിത്ത്, ആരണ്യകം, ആരൂഢം, ആൾക്കൂട്ടത്തിൽ തനിയെ, ഇടനിലങ്ങൾ, ഇടവഴിയിലെ മിണ്ടാപ്പൂച്ച, ഇരുട്ടിൻ്റെ ആത്മാവ്, ഉത്തരം, എന്ന് സ്വന്തം ജാനക്കുട്ടി, ഏഴാമത്തെ വരവ്, ഒരു ചെറു പുഞ്ചിരി, ഒരു വടക്കൻ വീരഗാഥ, നഖക്ഷതങ്ങൾ, നഗരമേ നന്ദി, നിഴലാട്ടം, നിർമ്മാല്യം, നീലത്താമര, പകൽക്കിനാവ്, പഞ്ചാഗ്നി, പരിണയം, പെരുന്തച്ചൻ, ബന്ധനം, മഞ്ഞ്, മണ്ണിൻ്റെ മാറിൽ, മുറപ്പെണ്ണ്, രംഗം, വളർത്തുമൃഗങ്ങൾ, വാരിക്കുഴി, ഓപ്പോൾ, ഓളവും തീരവും, കടവ്, കുട്ടിയേട്ടത്തി, കേരളവർമ്മ പഴശ്ശിരാജ, കൊച്ചുതെമ്മാടി, താഴ്വാരം, തീർത്ഥാടനം, തൃഷ്ണ, ദയ, വിത്തുകൾ, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, വെള്ളം, വൈശാഖ. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.